ഹായ് ഡിയേഴ്സ്, കുറച്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ പെൻഡിങ് ആവുകയാണ്. ഞാൻ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് അതൊന്ന് എഡിറ്റ് ചെയ്ത് 2 ദിവസമായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ സമയമില്ല കേട്ടോ. കേക്കിൻ്റെ തിരക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ വേറെ കുറച്ച് കല്യാണങ്ങളും അല്ലാതെ ഉള്ള തിരക്കുകളൊക്കെ ഉണ്ടല്ലോ. മൊത്തത്തിൽ ബിസി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാനൊക്കെ ഷോർട്സ് ഇടാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ അതിനൊരു വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. ഇത് കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു ദിവസം ഓർഡർ ഉണ്ടായിരുന്ന 2 കേക്കുകളാണ്. ഒന്ന് ഗ്രീൻ വെൽവെറ്റ് കേക്കും ഒന്ന് വാനില ഫ്ലേവറും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് സെയിം കളർ കോമ്പിനേഷനിൽ നമ്മൾ ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഇത് ഒരു 1.5 കിലോയുടെ ഗ്രീൻ വെൽവെറ്റ് കേക്കായിരുന്നു. ഇതിൻ്റെ പിക്ക് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നൊരു പിക്കായിരുന്നു കേട്ടോ. അത് എൻ്റെ അടുത്ത് നിന്ന് റെഗുലറായിട്ട് മേടിക്കുന്ന കസ്റ്റമറാണ്. ആൾ നമുക്ക് ഒരു റെഫറൻസ് പിക്ക് തന്നിരുന്നു. ആ സെയിം കളർ കോമ്പിനേഷനിൽ ഇത് വീഡിയോയിലും ഫോട്ടോയിലൊക്കെ എത്രത്തോളം അതിൻ്റെ ക്ലാരിറ്റി വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നേരിട്ട് കാണാൻ കേട്ടോ കൂടുതൽ ആ കേക്ക് ഇഷ്ടപ്പെട്ടത്. നല്ലൊരു കളർ കോമ്പിനേഷനായിരുന്നു കേട്ടോ ഈ കേക്ക്. താഴത്തത് 8 ഇഞ്ചിൻ്റെ മോൾഡിലും മുകളിൽ 4 ഇഞ്ചിൻ്റെ മോൾഡിലും ബേക്ക് ചെയ്ത് ഫ്രോസ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ മറ്റേ കേക്കും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പൈപ്പിംഗ് ബാഗിലാട്ടോ ഇത് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പൈപ്പിംഗ് ബാഗിൽ നോസിൽ ഉപയോഗിച്ച് ആണ് ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് ക്രീം ആഡ് ചെയ്ത് കൊടുത്തത്. അതെനിക്ക് കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം മറ്റേ കേക്കിൻ്റെ മോളുടെ ഡ്രസ്സിൻ്റെ കളറ് ഈ സെയിം കളറായിരുന്നു. അതായത് ആ ഡ്രസ്സിൻ്റെ പിക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം കളർ ആയതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കളറിൽ ക്രീമിൽ എടുത്തപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് കളർ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ നോസിലേക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയത്. അങ്ങനെ 2 ടയറും ഈ കേക്ക് സ്റ്റാക്ക് ചെയ്ത് സ്റ്റിക്കൊക്കെ വെച്ച് സ്റ്റാക്ക് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് കൊടുക്കാനുണ്ടായിരുന്നു. അതും കൊടുത്ത് താഴെയും മുകളിലും അതും കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഫ്രോസ്റ്റ് ചെയ്ത് സെറ്റാവണ സമയം കൊണ്ട് ഫോണ്ടൻറ്റിൽ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഡ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് കൊടുത്തതിന് ശേഷമാണ് മറ്റ് ഫോണ്ടൻറ്റിലുള്ള ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ഏകദേശം ഡെലിവറി ചെയ്യുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നെയാണ്, ഞാൻ പാക്ക് ചെയ്യാൻ നേരുന്നതിന് മുന്നെയാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത്. 7 വയസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതും ചെയ്ത് കൊടുത്ത് പേരും എഴുതി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആൾ വന്നതിന് മുന്നേ വിളിക്കണം എന്ന് പറഞ്ഞു. ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഒത്തിരി ഇല്ല. ആൾ വന്ന് എടുത്തുകൊണ്ട് പോകാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് 1 kg വാനിലയായിരുന്നു ഫ്ലേവർ. അത് ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ആൾ നമ്മളോട് ഷീറ്റ് കേക്കായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കിൾ മോൾഡിൽ ഞാൻ ഷീറ്റ് കേക്കായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ബേക്ക് ചെയ്ത് അപ്പോൾ ഞാൻ കഴിഞ്ഞ കേക്ക് ചെയ്ത ഇത് ഒരു 3 മണി ആ ഒരു ടൈമിൽ കൊടുക്കാനുണ്ടായിരുന്നതാണെങ്കിൽ ഈ കേക്ക് നമുക്കൊരു 5:30-6 മണിയാകുമ്പോൾ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഞാൻ പൈപ്പിംഗ് ബാഗിൽ നോസിലിട്ടാണല്ലോ ഡിസൈൻ കൊടുത്ത് ക്രീം മിക്സ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സെയിം ഇതിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ മിക്സ് ചെയ്യാൻ കാരണം കേട്ടോ. അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ മാത്രമായിട്ട് എടുക്കത്തുള്ളൂ. ഇതിനകത്ത് ആ സെയിം കളർ കോമ്പിനേഷനിൽ എന്തോ ലക്ക് കൊണ്ട് ഒരേപോലെ ആയതാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ 2 കേക്കിനും ഒരേ കളർ കോമ്പിനേഷനിൽ തന്നെ ഇതിനകത്ത് മറ്റേ റോസറ്റ നോസിലാണ് ഉപയോഗിച്ചേക്കണേ. റോസറ്റ നോസിലും സ്റ്റാർ നോസിലൊക്കെ വെച്ച് ഡിസൈനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് പർപ്പിള്, പിങ്ക്, ബ്ലൂ, യെല്ലോ, ചെറിയൊരു ഗ്രീനിഷ് ഷെയ്ഡും കൂടെ ആ ഡ്രസ്സിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു കളർ കോമ്പിനേഷനും കൊടുത്ത് പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ടോപ്പർ വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അതും വെച്ച് ഹാപ്പി ബർത്ത്ഡേയും അതുപോലെ തന്നെ നെയിമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും കൂടി ഒരു ഭംഗിയായിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ തന്നെ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അവർ കസ്റ്റമറിനോട് വെക്കാനൊന്നും പറഞ്ഞില്ല, എൻ്റെ ഒരു സമാധാനത്തിന്. അപ്പോൾ അത് ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ അതും ബട്ടർഫ്ലൈസും കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഡിസൈനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ബട്ടർഫ്ലൈസൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എൻ്റെ അടുത്ത് പ്രിൻ്റ് എടുത്ത മറ്റേ ലേസർ പ്രിൻ്റ് എടുക്കൂലേ, ആ ബട്ടർഫ്ലൈസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ചെറുത്. അതുകൊണ്ട് അതും കട്ട് ചെയ്ത് വെച്ച് ടോപ്പറൊക്കെ വെച്ച് നെയിമൊക്കെ എഴുതി കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈൻ ലുക്ക് ഇതും കാണാൻ നല്ല രസമായിരുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വലിയ ലേറ്റൊന്നും ആവാതെ
മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടിടേ. താങ്ക് യു.